വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഞ്ജു സിഷോയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ റൈഡേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ് ലോങ് ഡ്രൈവ്, അതും ഫാമിലിയുടെ കൂടെ ലോങ് ഡ്രൈവ് പോണവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാറിൽ നമുക്ക് ബാക്ക് സീറ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു ബെഡ് മോഡൽ ഒരു സാധനമാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ലിങ്ക് ഒക്കെ കൊടുക്കട്ടെ. 1756 രൂപയാണ് ആയത്. പൊട്ടിച്ചില്ല. 7 ദിവസം റിട്ടേൺ പോളിസി ഉണ്ട് കേട്ടോ. ഞാൻ പൊട്ടിച്ച് വീഡിയോ ആക്കി തന്നെ ഇത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണെന്ന് അറിയില്ല. ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ നമ്മൾ എയറാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് വാങ്ങിയത്. ബെഡ്, 2 പില്ലോ ഉണ്ടാവും. പിന്നെ ഇതെന്തെങ്കിലും അതിലൊരു ഹോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോയൊക്കെ അടയ്ക്കാൻ വേണ്ടി പാച്ച് വർക്കിനുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇതിൽ എയർ നിറയ്ക്കാനുള്ളത്, എയർ ഫില്ല് ചെയ്യാനുള്ള സംഭവമാണ്. എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി ഞാനിതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാറിന്റെ അടുത്ത് നിന്ന് ബാക്കി വീഡിയോ. നമുക്ക് ആദ്യം തന്നെ ഈ എയർ പമ്പ് നമുക്ക് DC സപ്ലൈക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, 12 വോൾട്ട് ആണ്. അപ്പൊ അതിൻ്റെ ഉള്ളിലോട്ട് കൊടുത്തു. ഇനി ഇതിൽ തന്നെ നമുക്കൊരു ഓൺ സ്വിച്ച് ഉണ്ട്. ഇത് ഓൺ ചെയ്താൽ എയർ വരും. നമുക്ക് എയർ നിറയ്ക്കാം. ഇതിന്റെ പൊസിഷൻ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് വന്നതാണ് ഈ സൈഡിലോട്ടേക്ക് വരേണ്ടത്. പിന്നെ ഇതിന്റെ താഴത്തോട്ടൊരു പോർഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ഫസ്റ്റ് വീർപ്പിക്കാൻ പോണത്. അതിന് ഈ എയർ പമ്പിന്റെ ഉള്ളിൽ 3 നോബുകൾ നമുക്കുണ്ട്. അത് 3ഉം വേറെ വേറെ സൈസുകളാണ്. നമുക്ക് ഓരോന്നിനും സൂട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിയിലെ പോർഷനിലെ ഇതിലോട്ട് വെക്കണം. സ്വിച്ച് ഓൺ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ വീർപ്പൊന്നുമില്ല. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ ഈസിയാണ്. ആ എയർ പമ്പ് വെച്ച് പടുപൊടുവെന്ന് പറഞ്ഞ് വേഗം അത് വീർപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഒട്ടും സമയം വേണ്ട. അത് വീർപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എയർ അടിക്കുന്ന ആ പൊസിഷനിൽ നമ്മൾ ആ ഒരു ക്ലിപ്പ് വെച്ച് അത് അടച്ചു വെക്കുകയാണ്. നമുക്ക് ഇനി ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഊരിക്കഴിഞ്ഞ എയറൊക്കെ പൊക്കോളും. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മടക്കി നമുക്ക് ആ കുണ്ടെന്ന പോലെ തന്നെ ആ ബാഗിൽ തന്നെ എടുത്ത് വെക്കാൻ പറ്റും. നമ്മൾ ഫുള്ളായിട്ട് വീർപ്പിച്ചു. 2 പില്ലോയും വീർപ്പിച്ചു കേട്ടോ. പില്ലോ ഇങ്ങനെ തിരിച്ച് തന്നെ. മെറ്റീരിയലൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നണില്ല കേട്ടോ. ഇത്തിരി സോഫ്റ്റാണ്. അപ്പോൾ പീലുണ്ണീനെയാണ് ആദ്യമായിട്ട് കയറ്റണത്. പീലുണ്ണി റെഡിയാണോ? ഇവിടേക്ക് ആയിപ്പോയേ. റെഡി? കയറാം ബെഡില്ലേ? പീലുണ്ണീനെ കയറ്റി കയറിക്കോ. കയറി കിടന്നേ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇങ്ങോട്ട് നീ കിടന്നേ. രസമുണ്ട്? കിടക്കാൻ പറ്റണ്ട? കിടന്നുറങ്ങിയ നോക്കട്ടെ. അയ്യോ പീലുണ്ണി ഇറങ്ങി. പീലുണ്ണി കിടന്നിട്ട് ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട് കേട്ടോ. പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ പിള്ളേർ കയ്യിലിരുന്ന് ഉറങ്ങണതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിപ്പോ വീർപ്പിച്ചെടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് പടുപടുന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് ചെയ്തുകൊണ്ടാണ് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായത്. പെട്ടെന്ന് വീർത്ത് വരും. ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംമാതിരി സ്പേസ് വരണുണ്ട്. ഓരോ കാറിന് അത് എന്തോരം സൂട്ടബിൾ ആണെന്ന് അറിയില്ല. നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് ഈ റൈറ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇരുന്ന് നോക്കട്ടെ. ഇഷ്ടംമാതിരി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി സ്ഥലം ഉണ്ട്. പീലുണ്ണി ഇവിടെ കിടന്നേ. വലിയ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാന്ന് എഴുതിയണ്ട. വലിയ ആൾക്കാർക്ക് ആവുമ്പോ എനിക്ക് തോന്നുന്നു, എനിക്കൊക്കെ ലെങ്ത് കൂടുതലാണല്ലോ. അപ്പൊ കാല് നമ്മുടെ ബുദ്ധിമുട്ടാവും. കാല് ചുരുക്കി വെക്കേണ്ടി വരും. കാല് നമുക്ക് നീട്ടി വെക്കാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യത്തിന് നമുക്ക് കിടക്കാം. നമുക്ക് പാല് കൊടുക്കുന്ന അമ്മമാർക്കും അതുപോലെ ലോങ് ഡിസ്റ്റൻസ് പോണ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങാൻ വേണ്ടി ചിലപ്പോൾ വാശി പിടിക്കും. അപ്പോൾ അവർ നമുക്ക് സുഖമായിട്ട് ഇതിൽ കയറ്റി കിടത്തി ഉറക്കം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലായിരിക്കും നമ്മൾ പിള്ളേരെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കൈ മരയ്ക്കൽ, പിന്നെ അതേപോലെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക്
ഇതിൽ അവർ കിടത്തി ഉറക്കിയ രണ്ട് കാര്യമാണ്. ഒന്നാമത് നമ്മൾ സീറ്റിൽ കിടത്തുമ്പോൾ ഒട്ടും നമ്മൾ കംഫർട്ട് ആവില്ല. കാരണം സീറ്റിൽ അവർ ഉറക്കി കഴിയുമ്പോൾ അവർ സീറ്റിൽ നിന്ന് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതൽ. ഒന്നാമത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രേക്ക് പിടിക്കുമ്പോഴും അങ്ങനെയൊക്കെ ഒരുപാട് വീഴാനുള്ള ചാൻസും. എന്നാലും അത്ര സുഖകരമായിട്ട് കിടക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് വെച്ചാൽ നമുക്കൊരു പേടിയില്ലാതെ പിള്ളേരെ കിടത്താം. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എന്താ പില്ലൊക്കെ വെച്ച് കിടത്തുമ്പോൾ അവർക്ക് നല്ല കംഫർട്ടായിട്ട് കിടക്കാൻ പറ്റും. അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കും അത്യാവശ്യം കിടക്കാൻ പറ്റും. പക്ഷെ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് കാല് ചുരുക്കി വെക്കണം. അതാണ് ഒരു പ്രശ്നം വരും. അത്യാവശ്യം ഒരു 1-2 ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ കാറിൽ തന്നെ പിടിച്ചു നിർത്താം കേട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു പ്രോഡക്റ്റാണ്. ഇനി എത്ര നാളത് ഉപയോഗിക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. എല്ലാത്തിലും അവൈലബിൾ ആണ്, പല പല കമ്പനിയും അവൈലബിൾ ആണ്. ഇതിന് 1756 രൂപയാണ് വില വന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തും ഒരു പില്ലോ പോലെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ കാറിന് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അല്ലെങ്കിലും ഈ ഗ്യാപ്പിൽ കൂടെ പിള്ളേർ പോവുക ഇങ്ങനെയൊന്നും വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം. നമ്മൾ ലോങ് ഡിസ്റ്റൻസിന് പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ ടൂറൊക്കെ പോകുമ്പോൾ ഉള്ള പ്രശ്നം പിള്ളേർ കാറിലിരുന്ന് ഉറങ്ങിപ്പോണതാണ്. അപ്പോൾ അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. പീലുണ്ണിയൊക്കെ കിടക്കണുണ്ടോ? പീലുണ്ണിക്കൊക്കെ സുഖമായിട്ട് കിടക്കാം. നമ്മളൊരു ബ്ലാങ്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അമ്മയും കിടക്കാം. കിടന്നേ നോക്കട്ടെ, കിടക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. സുഖമായിട്ട് കിടക്കാം, സുഖമായിട്ട് കിടന്നുറങ്ങാട്ടെ. നല്ല സുഖമുണ്ട് ഇതിൽ കിടക്കാൻ, അടിപൊളിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്. ട്രാവൽ ചെയ്യണവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആണ്. നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കുട്ടികളുള്ളവർ വാങ്ങണത് ഒരുപാട് നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി ഇനി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ പറഞ്ഞു.